കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു 591 സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ ഈ കാർഷിക മേഖല കൃഷി വകുപ്പ് പരിശോധിച്ചാൽ അതിന് കീഴിൽ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാം. അവിടെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നതും കാണാം. പക്ഷേ കേരളത്തിൽ ഓരോ ദിവസവും കൃഷി ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇവരൊക്കെ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്നതാണ്. ആ ചേട്ടൻ ചോദിച്ചത് തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് ചെയ്യാൻ അറിയില്ല, കൃത്യമായി കേന്ദ്രത്തിന് കണക്കുകൾ സമർപ്പിക്കാൻ അറിയില്ല. നമുക്കറിയാമല്ലോ, താങ്ങുവില ഉൾപ്പെടെ 28 രൂപയാണ് ഈ കർഷകർക്ക് 1 കിലോ നെല്ലിന് ലഭിക്കുന്നത്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നെൽകർഷകന് ഒരു വർഷം 2 തവണ ഇരിപ്പു കൃഷിയാണ് എങ്കിൽ 2 തവണ കൃഷി ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കേരളത്തിൽ ഒരു കൂലിപ്പണിക്ക് പോയാൽ അതിലേറെ വരുമാനം ഒപ്പിക്കാം ഈ കർഷകന് എന്ന സ്ഥിതിയാണുള്ളത്. പക്ഷേ അതുപോലും തിരിച്ചറിയുന്നില്ല സർക്കാർ സംവിധാനങ്ങളെങ്കിൽ അതിന് എന്ത് പ്രതിവിധിയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? ഈ സർക്കാരിലും അവർക്ക് പ്രതീക്ഷയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, അതാണ് ഒരു പ്രധാന പ്രശ്നം. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കർഷകർക്ക് വലിയ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ അധികാരത്തിലേറിയവർ നൽകിയത്. അതായത് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും, നെല്ലിന്റെ വില നൽകും തുടങ്ങിയ വലിയ വാഗ്ദാനങ്ങൾ. പക്ഷെ അതൊക്കെ അധികാരത്തിലേറി ഇത്രയും സമയമായിട്ടും ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവർ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ കർഷകർക്ക് പണം കിട്ടുന്നില്ല എന്നതിന്റെ മാത്രം അപ്പുറം നിങ്ങളുടെ ചെലവ്, കൃഷിയുടെ ചെലവ് ഒരു കഴിഞ്ഞ വർഷത്തേക്കാൾ കൂലി ചെലവായിരിക്കും ഇത്തവണ ഉണ്ടാവുക. കഴിഞ്ഞ തവണത്തേക്കാൾ വളത്തിന്റെ ചെലവ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാത്തിലും വില വർദ്ധിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഈ വില കിട്ടുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണല്ലോ. ഇത് സർക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നോ, ഇത്രയും ഒരു നിരാശാജനകമായ നടപടി? സാർ, ഇങ്ങനൊരു നടപടി ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ പോരായ്മകൾക്കെതിരെ സമരം ചെയ്ത് ഞങ്ങൾ അധികാരത്തിൽ വന്ന അതെല്ലാം നിറവേറ്റും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ. അതുമാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും മന്ത്രിസഭ ഉപസമിതിയെ വെച്ചു എല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും കർഷകർക്ക് പൈസ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഈ മേഖലയിലുണ്ടാകുന്ന വിലവർദ്ധനവ് അത് സമാനതകളില്ലാത്ത രീതിയിലാണ്. ഇപ്പോൾ രാസവളങ്ങളുടെയാണ് ശരി, കൂലിച്ചെലവാണെങ്കിൽ ശരി, എല്ലാറ്റിൻ്റെയും അതോടൊപ്പം തന്നെ രാസവളങ്ങൾ കിട്ടാനുള്ള ഒരു പ്രായോഗിക പ്രയാസങ്ങൾ ഈ മേഖലയിൽ. വേറൊരു വിഷയം എന്താ പറഞ്ഞാൽ, പ്രത്യേകിച്ചും പാലക്കാടൻ കാർഷിക മേഖലയിൽ ഒരു 70-80% മുതിർന്ന പൗരന്മാരാണ്. ചെറുപ്പക്കാരുടെ തലമുറ ഈ മേഖലയിലേക്ക് തലമുറ മാറ്റം ഈ മേഖലയിൽ മുഴുവനുള്ളത് മുതിർന്ന പൗരന്മാരാണ്. ഈ മുതിർന്ന പൗരന്മാരെ കൊണ്ടാണ് വളം വാങ്ങണമെങ്കിൽ തമ്പ് വയ്ക്കണം, അങ്ങനെ ഒരുപാട് സാങ്കേതിക പ്രയാസങ്ങൾ. എടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വളത്തിലേക്ക് എത്ര വർധനവുണ്ടാണ് വിലയിൽ? വളത്തിന്റെ വില വർധനവ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 140% വർധനവുണ്ടായിരിക്കും. 140%. 2014 അപേക്ഷിച്ചിട്ട് ഇപ്പോൾ 140%. കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് മാത്രം 800 രൂപയുടെ വില വർധനവുണ്ടായി. 800 രൂപയുടെ കഴിഞ്ഞ വർഷത്തിൽ. പണിക്കൂലിയിലൊക്കെ അതേപോലെ വർധന? പണിക്കൂലിയിൽ ഒരു ക്രമാനുഗതമായ വളർച്ചയുള്ളൂ. ഒരു 10 വർഷത്തെ കണക്കെടുത്താൽ ഒരു 100%. ട്രാക്ടറിന്റെ ചാർജ് ഒരു 20-30% ഈ വർഷം വർദ്ധിച്ചു. കാരണം ഡീസൽ വില വർധനവ് കാരണം. ഇതിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് നെല്ലിന്റെ വില വർദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ഇല്ല. നെല്ലിന്റെ വില വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, കൊടുത്ത നെല്ലിന്റെ പൈസ കിട്ടാനും വഴിയില്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. നമ്മൾ വിറ്റൊരു സാധനത്തിൻ്റെ വില കിട്ടാത്തൊരവസ്ഥയിലാണ് കർഷകർ. ഇതുപോലൊരു വിരോധാഭാസം ഈ നാട്ടിൽ എവിടെ ഉണ്ടാവുക? നമ്മളൊരു മുതൽ കൊടുത്തിട്ട് അതിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെയും അധികാരികളുടെയും മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു ദയനീയമായ കാഴ്ച. ഇത് ഗവൺമെൻറ്റിൻ്റെ അടിയന്തര ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ഈ മേഖല അന്യം നിന്ന് പോകാനാണ്. പാടങ്ങൾ തരിശായി തന്നെ കിടക്കും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അത് നിലനിർത്താൻ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. എങ്ങനെയാണ് കേട്ടാൽ, ഇപ്പം ഞങ്ങൾ തരിച്ചിട്ടാലാണ് സർക്കാർ ഞങ്ങൾ ഏറ്റെടുക്കും പറയണത്. ഞങ്ങൾ തരിച്ചിട്ടില്ല. വെറുതെ ഒരു ചാൽ ഓട്ടും, വിത്ത് വിതയ്ക്കും, അതിൽ കിട്ടിയത് എടുക്കും, അല്ലെങ്കിൽ എടുക്കില്ല, അങ്ങനെ ഇട്ട് ഞങ്ങൾ നിലനിർത്തുന്നല്ലാതെ ഇത് വേറൊരാൾക്ക് കൊടുക്കും എന്നുള്ളത്, അത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ കൊടുക്കാത്ത നിവൃത്തിയില്ല. അതല്ലാതെ ഞങ്ങൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് സർക്കാർ നിന്നല്ലാതെ ഞങ്ങൾ കൊടുക്കാൻ പോണുമില്ല. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അഭിലാഷ്, വളരെ വ്യക്തമാണ് ഇവരുടെ അവകാശവാദങ്ങളും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ. കാരണം സർക്കാരിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ക്രമാനുഗതമായിട്ടുള്ള വിലവർദ്ധനവ് നെല്ലിൻ്റെ കാര്യത്തിൽ മാത്രം ഇവർക്ക് ലഭിക്കുന്നില്ല. കൊടുത്ത നെല്ലിൻ്റെ പൈസ തന്നെ കിട്ടുന്നില്ല. കിട്ടുന്നത് അപര്യാപ്തമാണെന്ന് വരെ പറയുന്നത് അർത്ഥവുമില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും കർക്കിടകം പകുതിയാവാൻ പോവുകയാണ്. ചിങ്ങത്തിലേക്ക് കാർഷിക വർഷമാണ്, കാർഷിക മാസമാണ് ചിങ്ങം. അപ്പോൾ ആ ചിങ്ങമാസം ഇവർക്ക് സമരത്തിൻ്റെയും പട്ടിണിയുടെയും
പോലെയൊക്കെ സമരമാസമാകരുത് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇവരുടെ അടക്കം എല്ലാ കർഷകരുടെയും പണം അത് സർക്കാർ നൽകാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ വലിയൊരു സമര കാലമാകും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നെൽകർഷകരുടെ ഭാഗത്ത് നമുക്ക് കാണേണ്ടി വരിക. അഭിലാഷ്, പാലക്കാട് കണ്ണാടിയിലെ കർഷകരുടെ ദുരിത കാഴ്ചയാണ് ഇപ്പോൾ CV അനുമോദ് പങ്കുവച്ചത്. അത് പക്ഷേ കണ്ണാടിയിൽ നിന്നുള്ള മാത്രം അല്ല, ഇത് കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം കൂടിയാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലമാണ്. അനുമോദിനോട് സംസാരിച്ച ഒരാൾ തന്നെ, ഒരു കർഷകൻ തന്നെ പറഞ്ഞത് അനുസരിച്ച് ആ കൂട്ടായ്മയിൽ ഒരിടത്തു പോലും ഒരു യുവാവിനെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അതുതന്നെയാണ് നമ്മുടെ കൃഷിമന്ത്രിയും തിരിച്ചറിയേണ്ടത്. ഈ കാർഷിക മേഖലയിലേക്ക് യുവാക്കളൊന്നും തന്നെ കടന്നു വരുന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കൃഷി എന്നത് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ലാഭകരമല്ല എന്നുള്ളതാണ് മറ്റു മേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ. എന്തായാലും ഓണക്കാലമാണ്, അതൊരു കാർഷികോത്സവം കൂടിയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ വളർച്ചയും സമൃദ്ധിയും ഒക്കെ വിളിച്ചോതുന്ന ഓണക്കാലത്താണ് നെൽകർഷകർ ഈ പ്രതിസന്ധി നേരിടുന്നത്. അവരെന്തൊക്കെ പ്രതിസന്ധി നേരിട്ടാലും വരും ദിവസങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളുടെ പരസ്യ ബോർഡുകളിലൊക്കെ നിറയാൻ പോകുന്നത് ഇത്തരം കൃഷിഭൂമിയുടെ സമൃദ്ധമായ പാടങ്ങളുടെ ചിത്രങ്ങളായിരിക്കും. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ DP-കളിൽ പോലും നിറയുന്നത് ഈ കൃഷിയുടെ ചിത്രങ്ങളായിരിക്കും. ഏതെങ്കിലുമൊക്കെ വയലോരങ്ങളിൽ നിന്നുകൊണ്ടായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മൾ സെൽഫികൾ എടുക്കാൻ പോകുന്നതും. പക്ഷേ അവിടെ ആ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരിന് പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട്, കർഷകൻ്റെ വിയർപ്പുണ്ട്. ആദ്യം നിലമൊരുക്കണം, പിന്നീട് വരമ്പിടണം, അവിടേക്കുള്ള ജലസേചന സൗകര്യങ്ങൾ ഒരുക്കണം. അങ്ങനെ അതിനുശേഷം മാത്രമാണ് കർഷകർ വിത്തിറക്കുന്നത്. വിത്തിറക്കിയാൽ പിന്നീട് അത് പറിച്ചു നടുക എന്ന് പറയുന്ന ഞാറ് നടിയിലുണ്ട്. ഓരോ ദിവസവും കൃത്യമായി ഈ നെല്ലിന് വെള്ളം ലഭിക്കുന്നുണ്ട് എന്ന് കർഷകർ ഉറപ്പാക്കേണ്ടതുണ്ട്. കൃത്യമായി വളപ്രയോഗം നടത്തേണ്ടതുണ്ട്. കീടനാശിനികളുടെ പ്രയോഗമുണ്ട്. അതിനിടെ മറ്റ് ജീവികൾ, എലി പോലെയുള്ളവയുടെ ശല്യം ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് അതുപോലെയാണ് നെൽകർഷകർ തങ്ങളുടെ കൃഷിയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ അത് വിളവിലേക്ക് എത്തുമ്പോൾ പ്രതികൂലമാകുന്ന കാലാവസ്ഥ ഉണ്ടാകാറുണ്ട്. ചെറിയൊരു കാറ്റ് വീശിയാൽ മതി നെല്ല് വീണു പോകാൻ. പിന്നീട് അത് കൊയ്ത് എടുക്കണമെങ്കിൽ വീണ്ടും യന്ത്രസഹായം ആവശ്യമാണ്. അതിന് വലിയ തുക മുടക്കേണ്ടതായി വരും. നെല്ല് കൊയ്ത് അത് മെതിച്ച് പിന്നീട് നെല്ല് വേർതിരിച്ചെടുത്താൽ ദിവസങ്ങൾക്കുള്ളിൽ അത് മില്ലുകാർ കൈപ്പറ്റുന്നില്ല എങ്കിൽ നെല്ല് പലപ്പോഴും വീണ്ടും മുള പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് കർഷകൻ സൂചിപ്പിച്ചത് 4000-ഉം 5000-ഉം രൂപയൊക്കെ മുടക്കി ഷീറ്റ് വാങ്ങി അതിൽ ഭദ്രമായി സൂക്ഷിക്കുന്നില്ല എങ്കിൽ നെല്ല് തളിർക്കും എന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് വിളവിറക്കിയ അല്ലെങ്കിൽ കൃഷിയിൽ വ്യാപൃതരായി ഒടുവിൽ മികച്ച ഫലം ലഭിച്ചതിന് ശേഷവും അവർക്ക് ആ പണം ലഭിക്കുന്നില്ല. അതാണ് അവർ പറയുന്ന പരാതി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഒരു സാധാരണ കൂലിപ്പണിക്കാരന് കേരളത്തിൽ ഇന്നിപ്പോൾ 1000-ന് മുകളിൽ കൂലി ലഭിക്കുന്നുണ്ട്. ഒരു കർഷകൻ്റെ അധ്വാനം മാത്രം കണക്കാക്കിയാൽ പോലും ആ വിളവിന് ലഭിക്കുന്ന തുക അവർക്ക് ആനുപാതികമല്ല എന്നതാണ്. ഒരു പക്ഷേ കൂലിപ്പണിക്ക് പോയാൽ അതിലേറെ വരുമാനം ലഭിക്കും എന്നതുകൊണ്ടാണ് യുവാക്കൾ ഈ മേഖലയിലേക്ക് കടന്നു വരാത്തത്. വരും ദിവസങ്ങളിൽ സംശയം വേണ്ട, നമുക്ക് അരിയാഹാരം കഴിക്കണമെങ്കിൽ അരിക്ക് പൊന്നും വില നൽകേണ്ടതായി വരും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ കർഷകരുടെ കണ്ണീരൊപ്പാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.